കരിമണൽ കർത്തയുടെ കോഴയെ പറ്റി കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വാർത്ത വരാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് മറ്റൊരു വാർത്ത വന്നതും ഇതും തമ്മിൽ ഒരു ബന്ധമുണ്ട്. മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച കർത്ത ഡയറിയിലെ PV ഇന്ന് BJP അംഗത്വം എടുക്കും. അതോടെ ആ വാർത്ത അവസാനിക്കും. PV എന്നാൽ പിണറായി വിജയനാണ് എന്നതായിരുന്നു നമ്മുടെ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരുടെ വായ്ത്താരി. ആ PV താനല്ല എന്ന് പിണറായി അപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. ശരിയായ PVയുടെ ഭർത്താവിന് വീട്ടിൽ ED കയറിയിറങ്ങുന്നുണ്ടായിരുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. എന്നാൽ ഇനി ആ വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരില്ല. പിണറായി വിജയന്റെ പേരിനൊപ്പം PV അൻവറും അതിന്റെ പേരിൽ പഴി കേട്ടു. എന്നാൽ താമരയിൽ ജനിച്ച PV ആണ് ആ PV എന്ന് കാലം തെളിയിക്കുകയാണ്. പണ്ടൊരു മുഖ്യമന്ത്രി കാർ അപകടത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റും മുമ്പ് അപകട സ്ഥലത്ത് നിന്ന് മാറ്റപ്പെട്ട കാറിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന പെട്ടികളിലെ പണവും കരിമണൽ ബന്ധവും പണ്ട് തന്നെ സ്ഥാപിക്കപ്പെട്ടതായിരുന്നു. അതായത് ആ കുടുംബവും കർത്താവുമായുള്ള അഭേദ്യ ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നർത്ഥം. PVയുടെ ഭർത്താവിന്റെ പേരിലുള്ള വീട്ടിലേക്ക് EDയെ തുടലഴിച്ചു വിട്ടത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു. ED വാതിൽ മുട്ടിയാൽ പിന്നെ രക്ഷ BJP പ്രവേശം മാത്രം. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകുമെന്ന് പറയും പോലെ അഴിമതി കൊണ്ട് പ്രതിച്ഛായയ്ക്ക് പരിക്കേറ്റാൽ ശുദ്ധം വരുത്താൻ പിന്നെ കാവിക്കൊടി പിടിക്കുക മാത്രമേ മാർഗമുള്ളൂ. ഇതിന്റെ പേരിൽ ഇത്രയും കാലം പിണറായി വിജയനെ വേട്ടയാടിയവർ മാപ്പു പറയാനൊന്നും പോകുന്നില്ല, ഉറപ്പ്. അങ്ങനെ ഒരു ശീലം അവർക്കില്ലല്ലോ. പക്ഷെ യഥാർത്ഥ PV ആരെന്ന് ഒരിക്കൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പറയേണ്ടി വരും. കാലം കണക്ക് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല.